അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അൽ ബസീറായ അൽ ഖദീറുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തുടർന്ന പോലെ നമ്മൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. തിൽമീദത്തുകൾ, ഖുർആൻ പഠിതാക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതുപോലെ മദ്ദുൽ അസ്ലിയെ സംബന്ധിച്ചുള്ള ഇനങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ബോർഡിൽ കാണാൻ സാധിക്കും. മദ്ദുൽ ഫറഇ, അസാധാരണ നീട്ടം. ഒരു സാധാരണ നീട്ടത്തെക്കാൾ അസാധാരണമായി നീട്ടേണ്ട സാഹചര്യങ്ങളുണ്ട് ഖുർആൻ. അപ്പോൾ ഖുർആൻ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇവ നീട്ടേണ്ടത്, അല്ലെങ്കിൽ ഇതിന് അസാധാരണ നീട്ടം എത്ര എണ്ണം, 5 ആണോ 6 ആണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ നീട്ടത്തിൽ പോകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പൊ ഒരു ഉദാഹരണം മനസ്സിലാക്കുകയാണെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ തന്നെ, അതിലെല്ലാത്തിന്റെ അവസാനത്തിൽ ചില ആളുകൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം ഇങ്ങനെ നീട്ടിക്കൊണ്ട് അവസാനിപ്പിക്കുന്നതിനാണ് സാധിക്കും. ഈ കാര്യങ്ങൾ അവസാനത്തിലെത്തുമ്പോൾ അതിനേക്കാൾ നീട്ടും. എവിടെയാണ്? ഇങ്ങനെ നീട്ടുന്നതായി കാണാൻ സാധിക്കും. എന്താണ് അതിൽ തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ചിലതിനെ കുറച്ച് നീട്ടം കൂടുതലുണ്ട്, ചിലതിന് നീട്ടം കുറവുണ്ട് എന്നുള്ളതൊക്കെ വ്യത്യാസം മനസ്സിലായി. അപ്പോ എന്താണ് അസാധാരണ നീട്ടം, എങ്ങനെയാണ് ഇവ വേർതിരിക്കപ്പെടുന്നത്? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അസാധാരണമായ നീട്ടങ്ങൾ 2 കാരണങ്ങൾ കൊണ്ടാണ്. സാധാരണ നമ്മൾ മദ്ദുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ പഠിച്ചത് അലിഫ് മദ്, വാവ് മദ്, യാ മദ്, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരുന്നത്. പക്ഷെ ഇതിന് പുറമെ അസാധാരണമായൊരു നീട്ടങ്ങൾ വരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് നമ്മളൊന്ന് പഠിക്കണം. അപ്പൊ അസാധാരണ നീട്ടങ്ങൾ 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് ഹംസ കൊണ്ട്, എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. രണ്ടാമത്തത് സുക്കൂൻ കൊണ്ടും. അപ്പോൾ ഇത് രണ്ടും ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കും. സുക്കൂൻ കൊണ്ട് എങ്ങനെയാണ് അസാധാരണമായി നീട്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഹംസ കൊണ്ട് എങ്ങനെയാണ് അസാധാരണ നീട്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാം. നമ്മൾ ആദ്യം മദ്ദുകൾ മൊത്തത്തിലൊന്ന് മനസ്സിലാക്കി വെക്കുക. മദ്ദുൽ മുത്തസ്സിൽ, ഇത് പഠിച്ച ആളുകൾക്ക് വളരെ എളുപ്പമായിട്ട് കാണാൻ അറിയാവുന്നതാണ്. മദ്ദുൽ മുൻഫസ്സിൽ, ഞാൻ തജ്വീദിന്റെ ക്ലാസ് എടുക്കുന്ന എല്ലായിടത്തും ഇത് മുൻഫസ്സിൽ മുത്തസ്സിലാണെന്നുള്ളത് അവിടുത്തെ തിൽമീദുകൾ പഠിതാക്കളൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. അത് എളുപ്പമായി മനസ്സിലാക്കും. മൂന്നാമത്തെ ഇനം മദ്ദുൽ കബീർ എന്നുള്ളതുണ്ട്. അത് പറയുമ്പോൾ ചില ആളുകൾക്ക് അത് വ്യക്തമായി മനസ്സിലായിട്ടില്ല, പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. മദ്ദുൽ ലാസിം, അതേപോലെ മദ്ദുൽ ആരിദ്, മദ്ദുൽ ലീൻ, ഇങ്ങനെ 6 ഇനങ്ങളുണ്ട് യഥാർത്ഥത്തിൽ മദ്ദുകൾ, അസാധാരണമായി നീട്ടേണ്ട മദ്ദിന്റെ കാറ്റഗറി. അത് നമ്മൾ 2ആക്കി തിരിക്കുന്നു. ഒന്ന് ഹംസ കൊണ്ട് ഇത് നീട്ടേണ്ട, അസാധാരണമായി നീട്ടേണ്ടത് മദ്ദുൽ മുത്തസ്സിൽ, മദ്ദുൽ മുൻഫസ്സിൽ, മദ്ദുസ്സുലത്തുൽ കബീർ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറുന്ന മദ്ദുകൾ. ഇനി സുക്കൂൻ കൊണ്ട് നീട്ടപ്പെടുന്നത് 3 തന്നെയാണ്. മൊത്തത്തിൽ 6 3 അവിടെ 3 സുക്കൂനിലുമാണ്. മദ്ദുൽ ലാസിം സുക്കൂൻ കൊണ്ടാണ് വരുന്നത്, മദ്ദുൽ ആരിദ് സുക്കൂൻ കൊണ്ടാണ് വരുന്നത്, മദ്ദുൽ ലീൻ സുക്കൂൻ കൊണ്ടാണ് വരുന്നത്. അതൊക്കെ നമ്മൾ ഓരോന്നും വിശദീകരിക്കും. ശ്രദ്ധിച്ച് പഠിച്ചുകൊണ്ട് നിങ്ങൾ വിടും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മദ്ദുൽ മുത്തസ്സിൽ പഠിക്കണം. എന്താണ് മദ്? നമ്മൾ സാധാരണ മദ് മനസ്സിലാക്കിയത് ഇപ്പോൾ വസ്തുമായി നമ്മൾ എഴുതിക്കണം. ഒന്നാമത്തേതാണ് ഈ മദ്ദുൽ മുത്തസ്സിലാണ് ഉദാഹരണം എഴുതിയത്. മദ് നമ്മൾ സാധാരണ ഇതാണ് നമ്മൾ മദ് എന്ന് മനസ്സിലാക്കി. ഈ മദ്ദിന് ശേഷം ഹംസ വന്നാൽ, ശ്രദ്ധിച്ചോ, ഹംസ വന്നാൽ മദ്ദുൽ മുത്തസ്സിലാണ്. അപ്പൊ എങ്ങനെയാണ് നിൽക്കേണ്ടത്? 4 മുതൽ 6 വരെ എന്ത് ചെയ്യാം, നമുക്ക് ഇത് അസാധാരണമായിട്ട് നീട്ടാവുന്നതാണ്. സാധാരണ മദ്ദുകൾ എന്നുള്ളത് നമുക്കറിയാം, അത് നീട്ടേണ്ടത് ഈ രീതിയിൽ ഹംസ ചേർന്ന് വരുന്നതിനാണ് മദ്ദുൽ മുത്തസ്സിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നീട്ടേണ്ട അസാധാരണമായി എന്താണ് മദ് എന്ന് മനസ്സിലാക്കണം. സാധാരണ മദ്ദുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയത് ഒരു ഖദർ, ഒരു അലിഫ് നീട്ടുക എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ അലിഫ് മദ്, യാ മദ്, വാവ് മദ്, ഇത് ഒരു ഖദർ, ഒരു അലിഫ്, അതിനാണ് ഖദർ എന്ന് പറയാം. ഒരു അലിഫ് നീട്ടുന്നതിനാണ് ഖദർ എന്ന് പറയുന്നത്.
ആ ഒരു ഖദറാൻ കിട്ടിയിട്ടുണ്ട്. ഈ ഈ യാ മദ് വന്നു, ഉ ഓ വാവ് മദ് വന്നു. അപ്പോൾ ഈ വാവ് മദ് വരുമ്പോൾ ഉണ്ടാവുന്ന സാധാരണ നീട്ടം അതാണ് മദ്ദുൽ അസ്ലി. മദ്ദുൽ ഫറഈ എന്ന് പറഞ്ഞാൽ ആ ആ ഈ എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പൊ ഇങ്ങനെ നീട്ടുന്ന സാധാരണ അതിന് മദ്ദുൽ ഫറഈ എന്ന് പറഞ്ഞു. അപ്പൊ ആ രീതിയിലേക്ക് മാറുന്നു എപ്പോൾ ഹംസ അതിനുശേഷം വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഈ മദ് ഒന്നല്ല, നാലല്ല, 5 വരെ 6 വരെ നമുക്ക് എന്ത് ചെയ്യാം, ഖദറായി നീട്ടാം. 6 അലിഫ് വരെ നീട്ടാം. കണ്ടോ, 5 വരെ നീട്ടി, ആ 5 4ആക്കാം. ഇങ്ങനെയും നമുക്ക് കിട്ടാവുന്നതാണ്. അതിനാണ് മദ്ദുൽ മുത്തസ്സിൽ എന്ന് പറയുന്നത്. ഇനി മദ്ദുൽ മുൻഫസിൽ. എന്താണ് മദ്ദുൽ മുൻഫസിൽ? അപ്പോൾ മുത്തസ്സിലും മുൻഫസിലിന് പഠിക്കാൻ പോകുന്നതാണ് നമ്മൾ പറഞ്ഞു. ഇനി മദ്ദുൽ മുൻഫസിൽ എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ഇനം. ഈ ഇനം നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്താണ് നമ്മൾ മനസ്സിലാക്കുക. ഇത് രണ്ടും ഒറ്റ വേടിലാണ് വന്നിരിക്കുന്നത്, ഈ മദ്ദും ഈ ഹംസയും. ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോ. ഇപ്പോൾ നമ്മൾ ഇനി മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു മദ്ദുണ്ട്. നമ്മൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മദ് വന്നു. പക്ഷെ ഇവിടെ ഹംസ വന്നിരിക്കുന്നത് വേറൊരു അക്ഷരത്തിലായിട്ടാണ്. ഇവിടെ ഒരൊറ്റ അക്ഷരത്തിൽ വന്നു. പക്ഷെ ഇവിടെ വന്നത് മദ് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ഹംസ വന്നത് വേറൊരു അക്ഷരത്തിലായിട്ടാണ്, വേറൊരു സെന്റൻസിലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനെ നീട്ടുന്നത് സാധാരണ നീട്ടമാണെങ്കിലും അതിന് ഒരുപാട് അങ്ങോട്ട് നമുക്ക് നീട്ടാൻ പാടില്ല. അപ്പോൾ ഒരു 3 ഖദർ വരെയാണ് മാക്സിമം, അല്ലെങ്കിൽ 4 വരെയാണ് മാക്സിമം നീട്ടാൻ പറ്റുള്ളൂ. ഇങ്ങനെ ആ രീതിയിലേക്ക് നിങ്ങൾ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണമെന്നുണ്ട്. എന്താണ് മുത്തസ്സിൽ, എന്താണ് മുൻഫസ്സിൽ? മുത്തസ്സിൽ നിന്ന് ചേർന്ന് വരുന്നത്, അപ്പോൾ ഹംസ ചേർന്ന് വന്നു. ഈ മുൻഫസ്സിൽ എന്താണ്, വിഘടിച്ച് നിൽക്കുന്നത്, സ്പ്ലിറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മദ്ദുൽ മുൻഫസിൽ ആ ഹംസ വേറൊന്നിലായി വന്നത് കൊണ്ട് തന്നെ അത് മുൻഫസിലാണ്, അധികം നീട്ടാൻ പാടില്ല എന്നാണ്. ഇനി എന്താണ് മദ്ദുസ്സിലത്തുൽ കബീർ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മദ്ദുസ്സിലത്തുൽ സഗീറിനെ മനസ്സിലാക്കുക. നിങ്ങൾ പലപ്പോഴും ഖുർആനിലൊക്കെ നിങ്ങൾ പാരായണം ചെയ്യപ്പെടുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, ആയത്തുൽ കുർസി തന്നെ ഒരു ഉദാഹരണം എടുക്കാം. അവിടെ ലാ തഖുദുഹു സിനതുൻ, അവിടെ ലാ തഖുദുഹു എന്ന് നിങ്ങൾ ആയത്തിൽ നോക്കിയേ. ലാ തഖുദുഹു എന്നതിന്റെ ആ ഹു എന്നതിന്റെ ഹാ ഉണ്ടല്ലോ, ഹു, ആ തൊട്ടടുത്തായി ഒരു വാവ് നിങ്ങൾ കാണാൻ സാധിക്കും. അതിനാണ് മദ്ദുസ്സിലത്തു സഗീർ എന്ന് പറയുന്നത്. അത് ചെറിയ നീട്ടം, അത് മദ്ദുൽ അസ്ലിയിലേക്ക് അത് കയറി ചെല്ലും. പക്ഷെ വലിയ നീട്ടം വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ വാവിന്റെ മുകളിൽ മദ് വരും. കണ്ടോ? അതേ സൂറത്ത് ബഖറയിലെ ആയത്തുൽ കുർസിയിൽ നിങ്ങൾ നോക്കിക്കോ, യശ്ഫഉ ഇൻദഹു ഇല്ലാ, കണ്ടോ? അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി എന്ന് പറയുന്നിടത്ത് അവിടെ വാവ് കാണാം. മദ്ദുസ്സിലത്തു സ്വഗീറുണ്ട്, പക്ഷെ അതിന് മുകളിൽ കബീറുണ്ട്. അപ്പൊ അതിൽ മദ്ദുസ്സിലത്തു കബീർ എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ ചെറിയ വാവായിട്ട് വരുള്ളൂ, ഒരു ചെറിയ വാവായിട്ട്, ഇങ്ങനെ ചെറിയൊരു വാവായിട്ട് വരുള്ളൂ. പിന്നെ ഞാൻ അടിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്, അതേ ആയത്തിൽ തന്നെ, ആയത്തുൽ കുർസിയിൽ തന്നെ അതിൽ യാ കാണാൻ സാധിക്കും. യാന്റെ രൂപം നിങ്ങൾ ശ്രദ്ധിച്ചോ. നമ്മൾ വാവ് സഗീറ എന്ന രീതിയിലാണ് കണ്ടത് അല്ലെ. പിന്നെ വാവ് കബീറ വരുന്നത് ഏതാണ്, അതിന് മുകളിൽ മദ് വരുമ്പോഴാണ്. ഇനി യാ കണ്ടോ, യാന്റെ രൂപം നോക്കി നിങ്ങൾ. ഈ ഉറുദുവിലൊക്കെ എ എന്ന് എഴുതാം, യാ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. ഉറുദുവിലൊക്കെ എ എന്നൊക്കെ രീതിയിൽ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിനെ നമ്മൾ കാണാൻ സാധിക്കണം, മദ്ദുസ്സിലത്തു സഗീറായിട്ടാണ് യാ ഇവിടെ കാണുന്നത്. അതിന്റെ രൂപം ഇങ്ങനെയാണ് കാണുന്നത്. പക്ഷെ അതിന്റെ മുകളിൽ മദ് വന്നാൽ അതിന്റെ നിയമം മാറി. അപ്പൊ നിയമം എന്തായി, മദ്ദുസ്സിലത്തു കബീർ എന്നായി. അത് വലിയ നീട്ടത്തിലേക്ക് വരണം, അത് മദ്ദുൽ ഫറഈ നിയമത്തിലേക്ക് വരണം. അപ്പോൾ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, ഇവിടെ എന്താ നിയമം? ഇവിടെ മദ്ദു ഏതാ വരാ, മദ്ദു മുത്തസ്സില്. കാരണം എന്താ, ഈ മദ്ദിന് ശേഷം ഹംസ ചേർന്ന് വന്നിരിക്കുന്നു.
ഇവിടെയും മദ്ദു എന്താ സിലത്തു കബീറാണ്. കാരണം ഇവിടെ എ എന്നതിന്റെ മുകളിലായിക്കൊണ്ട് മദ് വന്നിട്ടുണ്ട്. അത് മദ് സിലത്തു കബീർ. ഇനി ഇത് മാത്രമുള്ളതുണ്ട്, ഏത് യാ മാത്രമുള്ള അതേ ആയ സൂറത്ത് അതിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഏത് ആയത്തുൽ കുർസിയിൽ തന്നെ അവിടെ നിങ്ങൾ നോക്കിക്കോ, ഖുർആൻ എടുത്ത് നോക്കിക്കോ, ആ ആയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഏത് ഇത് അവിടെ വഖഫിന്റെ ജീമും കാണാം, അതിന്റെ താഴെയായിട്ട് ഈ എ കാണാൻ സാധിക്കും. അത് മദ് സിലത്തു സ്വഗീറാണ്. പക്ഷെ ആ യാ ഈ മുകളിൽ എ എന്നതിന്റെ മുകളിലായിട്ട് മദ് കണ്ടു കഴിഞ്ഞാൽ അത് മദ് സിലത്തു കബീറാണ്. അങ്ങനെ രണ്ടും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. ഞാൻ വളരെ സിമ്പിളായിട്ട് മദ്ദുകൾ എന്താണെന്ന് വ്യക്തമായി പറഞ്ഞു തരാം. അതിന് നിങ്ങൾ സമയം കണ്ടെത്തുക, വായിക്കുക, പഠിക്കുക. ഇതാണ് മദ്ദുകൾ. അതിലെ ഹംസ കൊണ്ട് അവസാനിക്കപ്പെടുന്ന, ഹംസ കൊണ്ട് നീട്ടപ്പെടുന്ന, അവസാനിക്കുന്നതല്ല നീട്ടപ്പെടുന്ന മദ്ദുകൾ. മദ് ഫറഇലെ 3 ഇനങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇത് വ്യക്തമായി മനസ്സിലാക്കിയത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മദ്ദുകൾ മനസ്സിലാക്കാം. പിന്നെ അടുത്ത മദ്ദുകൾ ഉണ്ട് 3 അത് സുക്കൂൻ ചെയ്യപ്പെടുന്നത്, കുറച്ച് എഴുതി കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളത് സമയമെടുത്ത് പഠിക്കണം. ഇത് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് മദ്ദുൽ മുൻഫസിൽ, എന്താണ് മുത്തസിൽ, എന്താണ് മദ്ദു സിലത്തുൽ കബീർ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കൂടുതൽ കാര്യങ്ങൾ ഖുർആനിന്റെ ആശയങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കി പാരായണ ഭംഗിയോടെ പാരായണം ചെയ്യാൻ, ഖുർആന്റെ ആസ്വാദനത്തിലൂടെ, ഖുർആന്റെ ആസ്വദിച്ചുകൊണ്ട് തജ്വീദോടെ പാരായണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ആളുകൾ നമ്മെ എല്ലാവരും പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറു ലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.